ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു സ്പൂൺ ഉഴുന്ന് പോലും ചേർക്കാത്ത നല്ല ഹെൽത്തി ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കുതിർത്ത് എടുത്തതാണ് കേട്ടോ ഇത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഉഴുന്ന് ചേർക്കുന്നില്ല, അതിന് പകരമായിട്ട് ചെറുപയറാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ ഒരു ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ചെറുപയറാട്ടോ എടുത്തത്. അരിയും ചെറുപയറും പിന്നെ കുറച്ച് ചോറും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരി അരച്ചെടുക്കുമ്പം പച്ചവെള്ളത്തിന് പകരം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇപ്പോൾ തണുപ്പുള്ള സ്ഥലത്തു നിന്നൊക്കെ നന്നായിട്ട് പൊന്തി കിട്ടും കേട്ടോ. ഈ മാവിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കാം. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇത് തലേ ദിവസമാണ് കേട്ടോ രാത്രി അരച്ച് വെക്കുന്നത്. ഇതൊന്ന് അടച്ച് വെച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. ഇതിപ്പം പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഞാനിത് ദോശ ഉണ്ടാക്കാനാണ്. ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കാം. ഇതേ മാവ് കൊണ്ട് തന്നെ ഇഡലി ഉണ്ടാക്കാം കേട്ടോ. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നൈസായി ഒന്ന് പരത്തിയെടുക്കാം. നമ്മുടെ സാധാ ദോശ ഉണ്ടാക്കുന്നത് പോലെ കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ചെറുപയറൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. ഞാൻ അധികം മുരിച്ചെടുക്കുന്നില്ല കേട്ടോ. ഇവിടെ മക്കൾക്കൊന്നും അങ്ങനെ മുരിച്ചെടുത്തത് ഇഷ്ടമല്ല. ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതങ്ങനെ മുരിച്ചെടുക്കാത്തത് കൊണ്ട് ഞാനൊന്ന് മറിച്ചിടുന്നുണ്ട്. ഇങ്ങനൊരു ദോശ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി നോക്കണം. എല്ലാ ദോശയും അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്.
ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അടിപൊളി ദോശയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.